ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. സോ നമ്മുടെ ഓണം എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു 99% ചോദിക്കുമെന്ന് പറയാൻ പറ്റുന്ന, ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫ് റൈറ്റിംഗ്. ഇനി എന്തിന്റെ പാരഗ്രാഫ് റൈറ്റിംഗ് എന്നുള്ളതല്ലേ നമുക്ക് പഠിക്കാനുള്ളത്? മെയിൻ ആയിട്ടും 2 poems ആണ്, രണ്ട് poems ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹോപ്പ് ഇസ് എ തിങ് വിത്ത് ഫെദേഴ്സ് ആണ്, ആൻഡ് നമ്മുടെ 7 Ages of Man ആക്ച്വലി ഒരു പോയം അല്ല, ഒരു എക്സ്ട്രാക്ട് ആണ്, അല്ലെ, ഒരു ഭാഗമാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിന്റെ അകത്തുന്ന ഒരു പാരഗ്രാഫ് റൈറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം പോയിന്റ്സ് എഴുതണം, എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളതാണ് മിസ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. സോ ഇവിടെ നോക്കിയിടാം. റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 Ages of Man and prepare a paragraph using the hints given below. 4 മാർക്കിനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. സോ 4 മാർക്കിന് എത്ര ലൈൻസ് ചോദിക്കുന്നുള്ളത് നോക്കാം. All the world's a stage and all the men and women merely players. ആ ഒരു ഫസ്റ്റ് ലൈൻസ് തൊട്ടിട്ട് നമ്മുടെ and then the whining schoolboy with his satchel and shining morning face creeping like a snail unwillingly to school. അത്രയും ലൈൻസ് ആണ് നമുക്ക് തന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ബിഗിനിങ് തൊട്ടിട്ട് ഏതാണ് ആ സ്കൂൾ ബോയ് സ്റ്റേജ് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇനി ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് കുറെ പേർക്കുള്ള സംശയം. മക്കളെ, നിങ്ങൾ എടുത്തത് അപ്രിസിയേഷൻ എന്നുള്ള പോലെയല്ല ചോദിക്കുന്നത്. അപ്രിസിയേഷൻ നോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 9th സ്റ്റാൻഡേർഡിലാണ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങളടുത്ത് പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് പറയുന്നത് കേട്ടോ. സോ ഇവിടെ നോക്കിയേ, ഹിൻസ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കുറച്ച് ഹിൻസും തരും. വില്യം ഷേക്സ്പിയർ, ഹ്യൂമാനിറ്റീസ് ജേർണി ഫ്രം ഇൻഫൻസി ടു ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്, അല്ലെ? അപ്പം ആ ഒരു ചെറിയ അല്ലെ ഇൻഫൻസിയിൽ നിന്നും ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഡെത്ത് വരെയുള്ള ആ ഒരു ജേർണിയാണ് ഇതിനകത്ത് പറയുന്നത്. ഈച്ച് സ്റ്റേജ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെസിഫിക് ആക്ഷൻസ്, അല്ലെ? ഓരോ സ്റ്റേജിലും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്, ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ലിറ്റററി ഡിവൈസസ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് കേട്ടോ. സോ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ മക്കളെ, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഓൺ ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അല്ലെ? സോ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയാ, ഇത്രയും അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന വേറൊരു ആപ്പ് ഇല്ല എന്നുള്ളത് എനിക്ക് എന്തായാലും ഷുവർ ആണ്. അതിന് ഞാൻ ഗ്യാരണ്ടി പറയാം കേട്ടോ. സോ ഡിസംബർ 31 ആവുമ്പോഴത്തേക്ക് നമ്മുടെ കംപ്ലീറ്റ് പോർഷൻസും എല്ലാം എടുത്തു കഴിയുന്നതാണ്. എന്നിട്ട് ജാനുവരി ഫെബ്രുവരി നിങ്ങൾക്ക് റിവിഷൻ ആണ് ഉണ്ടാവുക. ആൻഡ് ഓൾസോ NMMS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നേ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ 9207998855 എന്ന് പറഞ്ഞ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ആ ഒരു പാരഗ്രാഫ് എങ്ങനെ എഴുതണം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. മക്കളെ, പാരഗ്രാഫ് റൈറ്റിംഗ് ആണെങ്കിൽ പോലും ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് യു ഗിവ് എ ഹെഡിങ്. എന്താണ് ഒരു ഹെഡിങ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. നല്ലതാണ്. നമുക്ക് അതവിടെ ആ ഒരു ടീച്ചർക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഒരു ഇത് തരും, ഒരു നമ്മളെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കേട്ടോ. സോ ഫസ്റ്റ് സെന്റൻസ്, ആദ്യത്തെ സെന്റൻസ് എപ്പോഴും എന്തായിരിക്കണം എന്നറിയാം. നമ്മൾ എഴുതുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഹോപ്പ് ഇസ് എ തിങ് വിത്ത് ഫെദേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 7 Ages of Man ആയിക്കോട്ടെ, ഫസ്റ്റ് സെന്റൻസ് എപ്പോഴും അത് ആരാണ് എഴുതിയത്, അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ടൈറ്റിൽ. ഇപ്പൊ 7 Ages of Man ആവുന്ന സമയത്ത് അല്ലെ, ആ ടൈറ്റിലും അത് ആരാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങൾ അവിടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ശ്രദ്ധിക്കണേ, അത് ഉറപ്പായിട്ടും കൊടുക്കണം കേട്ടോ. സോ വില്യം ഷേക്സ്പിയർസ് ദ 7 Ages of Man, കണ്ടോ? വില്യം ഷേക്സ്പിയറിന്റെ 7 Ages of Man എന്ന് പറയുന്ന ഈ ഒരു ഇതിനകത്ത് എന്താണ്? ആൻഡ് ഇത് എന്താന്ന് ഓർത്ത് വെക്കുക, ഇതൊരു പോയം അല്ല. കുറെ പേര് എഴുതി വെക്കുന്നത് ഇതൊരു പോയം ആണെന്നാണ്. ദിസ് ഇസ് നോട്ട് എ പോയം. ഇതൊരു പോയം അല്ല. ഇതെന്താണ്? ഇതൊരു എക്സ്ട്രാക്ട് ആണ് കേട്ടോ. എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഗം. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ഡ്രാമയ്ക്കകത്തുള്ള ഇതാണ്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ഡ്രാമയ്ക്കകത്തുള്ള ഒരു എക്സ്ട്രാക്ട്, ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. അതിനകത്ത് ഒരു ക്യാരക്ടർ പറയുന്ന ഒരു കാര്യമാണ്. Okay, so William Shakespeare's The 7 Ages of Man presents human life as a journey. കണ്ടോ? ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത് കേട്ടോ. എന്താണ്? ഹ്യൂമൻ ലൈഫിനെ എന്തായിട്ടാണ് കാണിക്കുന്നത്? ഒരു യാത്രയായിട്ടാണ് കാണിക്കുന്നത്, അല്ലെ? യെസ്, ഹ്യൂമൻ ലൈഫ് ആസ് എ ജേർണി ഫ്രം ഇൻഫൻസി ടു ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്ന ആ ഹിന്റ് വെച്ചിട്ടാണ് നമ്മൾ ആ സെന്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? അതെന്താണ്? ഒരു ജേർണിയാണ്. ഇൻഫൻസിയിൽ നിന്നും ഒരാളുടെ ഓൾഡ് ഏജിലേക്കും ഡെത്തിലേക്കുള്ള ഒരു ജേർണിയാണ്, അല്ലെ? Then Shakespeare compares the world to a stage. എന്നിട്ട് കണ്ടോ, നിങ്ങൾക്ക് ആ തന്നിട്ടുള്ള ലൈൻസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ജസ്റ്റ് എഴുതി വെക്കാന്നുള്ളതേ ഉള്ളൂ. സോ ഷേക്സ്പിയർ എന്തായിട്ടാണ്
ഈ വേൾഡിനെ എന്തായിട്ടാ കാണിക്കുന്നത്? ഒരു സ്റ്റേജ് ആയിട്ടാണ് അല്ലെ? ഷേക്സ്പിയർ compares the world to a stage and men and women to players who enter and live. And അതിനകത്തുള്ള men and women എന്തായിട്ടാ പറയുന്നത്? പ്ലേയേഴ്സ് അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരായിട്ടാ പറയുന്നത് അല്ലെ? According to him, every person plays 7 different parts during life. So എന്താണ് നമ്മുടെ ഷേക്സ്പിയർ എന്താ പറയുന്നത്? എല്ലാ മനുഷ്യരും 7 ഡിഫറെന്റ് സ്റ്റേജസ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട് അല്ലെ? So the first stage is infancy. മക്കളെ ആ 7 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾ ഓർക്കണേ. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? ഇൻഫൻസി, then school boy stage, then lover stage, അതിനുശേഷം soldier stage, justice, pantaloon and second childishness or oblivion. Okay, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. second childishness അല്ലെങ്കിൽ oblivion. ആ ഏഴാമത്തെ അല്ലെ? sans taste, sans teeth, sans ears അല്ലെ? ഒന്നുമില്ല, ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല എന്നുള്ളതാണ് second childishness അല്ലെങ്കിൽ oblivion എന്ന് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ. സോ ഇവിടെ നോക്കിയേ. Yes, അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് is infancy, when the baby is helpless. ആ സമയത്ത് എന്താണ്? ബേബി ഹെൽപ്ലെസ് ആണല്ലേ, ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. he or she is dependent. ആ ബേബി ഡിപ്പെൻഡന്റ് ആണല്ലേ, ആരെങ്കിലും ഒരാൾ വേണം എല്ലാം ചെയ്യാൻ. mewling and puking. ആ സമയത്ത് ആക്ടിവിറ്റി എന്താണ്? mewling and puking ആണ്, ഇത് മറക്കരുത് കേട്ടോ. in the nurse's arm. the next stage, രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? is that of school boy. സ്കൂൾ ബോയിന്റെ സ്റ്റേജ് ആണ്. who carries a satchel and goes unwillingly to school. അല്ലെ? whining school boy, കരഞ്ഞ് വാശി പിടിച്ചോണ്ട് അല്ലെ സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാണ്ട് പോകുന്ന ഒരു ബോയിന്റെ സ്റ്റേജ് ആണ് രണ്ടാമത്തത്. his reluctance എന്ന് പറഞ്ഞാല് ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയാം കേട്ടോ. റിലക്റ്റൻസ് is compared to the slow movement of a snail through the simile. ഇതാ ഇവിടെയുള്ള ഈ സിമിലിനെ നിങ്ങൾ ഓർത്ത് വെക്കണേ. ഈ പോമിന്റെ അകത്ത് കുറച്ച് എന്തുണ്ട്, അല്ലെങ്കിൽ ഈ പോമല്ല ഈ ഒരു എക്സ്ട്രാക്റ്റിനകത്ത് എന്തുണ്ട്? സിമിലികൾ ഉണ്ട് അല്ലെ? ആ ബോയിനെ എന്താണ്? ഒരു സ്നെയിൽ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലവർ ഫേസിൽ, ലവർ സ്റ്റേജിൽ എന്താണ് അല്ലെ? അയാളുടെ മനസ്സൊരു ഫേർണസ് പോലെ എരിയുന്നു എന്ന് പറയുന്നുണ്ട്. ഫേർണസിലെ ഒരു അടുപ്പ് പോലെ എരിയുന്നു. പിന്നെ സോൾജിയർ സ്റ്റേജിൽ എന്താണ്? ബിയർഡഡ് ലൈക്ക് എ പാഡ്, ഒരു ലെപ്പേർഡിനോട് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഈ 3 സിമിലീസ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. then അപ്പൊ കണ്ടോ, ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ എന്നുള്ളത് ഒരു സിമിലിയാണ്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. കണ്ടോ, അവിടെ നമ്മൾ പോയറ്റിക് ഡിവൈസസ് പറഞ്ഞു അല്ലെ? ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ പറഞ്ഞു, ആ തന്ന ലൈൻസിന്റെ ഒക്കെ മീനിങ് നമ്മൾ പറഞ്ഞു. പോയറ്റിക് ഡിവൈസ്, മെയിൻ ആയിട്ടുള്ള ഒരു പോയറ്റിക് ഡിവൈസ് നമ്മൾ അവിടെ പറഞ്ഞു. ഇനി അതിനെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്, ഏറ്റവും ലാസ്റ്റ്. ഇത് വളരെ ഷോർട്ട് ആട്ടോ, ഞാൻ ഇവിടെ കൊടുത്തത് നോക്കണ്ട, വളരെ ഷോർട്ട് ആണ് കേട്ടോ. thus the poem describes. അപ്പൊ ഈ പോമിൽ എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? the different stages of human life through their actions, physical features and literary devices. കണ്ടോ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആ ഒരു പാരഗ്രാഫ്. 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു 4 സെന്റൻസ് എഴുതിയാൽ പോരാ, ഉറപ്പായിട്ടും ഒരു 8 സെന്റൻസസ് അല്ലെങ്കിൽ ഒരു 7 or 8 സെന്റൻസസ് അത്ര മതി. അതിന് കൂടുതൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇനിയിപ്പോ ചിലപ്പോൾ ഇതിനകത്ത് ഈ ലൈൻസ് അല്ലാതെ മേ ബി ഇനി നമ്മുടെ ആ ഒരു പാൻഡലൂൺ സ്റ്റേജും ആ ഒരു ഒബ്ലിവിയണും അല്ലെ, സെക്കൻഡ് ചൈൽഡിഷ്നെസ്സും അതായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസിന്റെ സ്റ്റേജും പിന്നെ സോൾജിയർ സ്റ്റേജും അതായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. സോ ഇതിൽ ഏത് സ്റ്റേജ് ചോദിക്കുന്നുള്ളതല്ല, പക്ഷെ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയാണ് ഒരു പാരഗ്രാഫ് പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് മിസ് വിചാരിക്കുകയാണ്. ആൻഡ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ഏതായിരിക്കും, ഏതൊരു ലൈൻസ് ആയിരിക്കും ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വേറെ വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.